സ്റ്റെവാൻ ജോവേറ്റിച്ച് എന്ന് പറയുന്ന പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കൂൾ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലൈക്ക് എന്ന് പറയുന്നത് 200 സോ എല്ലാവരും ഒരു 200 എന്ന് പറയുന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. യെസ്, അങ്ങനെ റൂമറുകളൊക്കെ ഏതാണ്ടൊക്കെ ശരിയായിട്ട് വരികയാണ്. അത് സ്റ്റെവാൻ ജോവേറ്റിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓഗസ്റ്റ് 15 തന്നെ ഈ ഒരു അനൗൺസ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ മികച്ചൊരു സൈനിങ് തന്നെയായിരിക്കും ഇത്. അദ്ദേഹം വരുന്നത് ഒളിമ്പിയാക്കോസിൽ നിന്നാണ്. അത് ഗ്രീസിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നാണ് ഒളിമ്പിയാക്കോസ്. എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം മാത്രമാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാത്ത വശങ്ങളൊക്കെ അദ്ദേഹം ഓക്കെ എന്ന് തന്നെ പറയും. ഇപ്പോഴും അദ്ദേഹം മോണ്ടനീഗ്രോ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ജൂലൈയിലാണ് അദ്ദേഹം അവസാനമായിട്ട് മോണ്ടനീഗ്രോ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിരിക്കുന്നത്. സോ അതായിരിക്കാം അവരുടെ അവസാന കളി. സോ എന്തായാലും അവരുടെ ക്യാപ്റ്റനാണ്. സോ വന്നു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ലാ ലീഗിൽ ഏതാണ്ട് 20 മുകളിൽ മത്സരങ്ങൾ, പ്രീമിയർ ലീഗിൽ ഏതാണ്ട് 40 മുകളിൽ മത്സരങ്ങൾ, ലീഗ് വണ്ണിൽ ഏതാണ്ട് 60 മുകളിൽ മത്സരങ്ങൾ, പിന്നെ സിരിയയിൽ ഏതാണ്ട് 140 മുകളിൽ മത്സരങ്ങൾ. സോ അങ്ങനെ വലിയൊരു എന്താ പറയുക ടോപ്പ് ടയറിലെല്ലാം കളിച്ചിട്ടുള്ള നല്ല റെക്കോർഡുള്ളൊരു താരമാണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി, സെവിയ, ഇൻ്റർ മിലൻ തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾക്കും കളിച്ച് പരിചയമുള്ളൊരു താരമാണ്. സോ അദ്ദേഹം വന്ന ഒരു മാർക്കി സൈനിങ് എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ജെയ്മി മക്ലാരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരു സൈനിങ് എന്ന് തന്നെ പറയണം. സോ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും, അത്രേ പറയാനുള്ളൂ.